ഹലോ ലിറ്റിൽ നേഴ്സേഴ്സ്. നമ്മുടെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ ടോപ്പിക് സജഷൻ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ GDM is defined as impaired glucose tolerance IGT with onset or first recognition during pregnancy. അതായത് പ്രഗ്നൻസിയുടെ ആരംഭത്തോടു കൂടി ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് സംഭവിക്കുന്ന അവസ്ഥയാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 10 പ്രഗ്നൻസിയിൽ ഒരെണ്ണം ഡയബറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 90% GDM ആണ്. കണ്ടുപിടിക്കാത്തതും മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള GDMs മദറിലും ഫീറ്റസിലും വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. വുമൺ വിത്ത് GDM ആൻഡ് ദ ഓഫ്സ്പ്രിങ്സ് ആർ അറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ടൈപ്പ് 2 ഡയബറ്റിസ് ലേറ്റർ ഇൻ ലൈഫ്. അതായത് GDM ഉള്ള ഒരു അമ്മക്കും കുഞ്ഞിനും അല്ലെങ്കിൽ ഫീറ്റസിനും പിന്നീട് ലേറ്റർ ലൈഫിൽ ടൈപ്പ് 2 DM ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് ഇനി പ്രിവേലൻസിനെ പറ്റിയിട്ടൊക്കെയാണ്. ജസ്റ്റ് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി വിടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പാത്തോഫിസിയോളജിയാണ് GDMന്റെ. GDM ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പർ ഇൻസുലിനേമിയ ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഈ ഒരു GDMൽ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാകും, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും. ഒന്നാമത്തെ ട്രൈമസ്റ്ററിലും രണ്ടാമത്തെ ട്രൈമസ്റ്ററിൻ്റെ തുടക്കത്തിലും ഇൻസുലിൻ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അളവിൽ കാണും. ഇതിന് കാരണം ഹൈ ലെവൽസ് ഓഫ് ഈസ്ട്രജൻ ആണ്. രണ്ടാമത്തെ ട്രൈമസ്റ്ററിൻ്റെ അവസാനത്തിലും തേർഡ് ട്രൈമസ്റ്ററിൻ്റെ തുടക്കത്തിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും ഡ്യൂ ടു എ നമ്പർ ഓഫ് ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺസ്, എസ്പെഷ്യലി പ്ലാസെന്റൽ ലാക്ടോജൻ, ലെപ്റ്റിൻ, പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ, കോർട്ടിസോൾ ആൻഡ് അഡിപ്പോനെക്ഷൻ. ഈ ഒരു ഹോർമോൺസൊക്കെ കാരണമാണ് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് രണ്ടാമത്തെ ട്രൈമസ്റ്ററിൻ്റെ അവസാനത്തിലും തേർഡ് ട്രൈമസ്റ്ററിൻ്റെ തുടക്കത്തിലൊക്കെ കാണുന്നത്. GDMൽ അമ്മയുടെ രക്തത്തിൽ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടാകും. ഇത് ബേബിയുടെ ഉള്ളിലേക്ക് എക്സ്ട്രാ ഗ്ലൂക്കോസിനെ കൊണ്ടുവരും. ഇത് കാരണം ബേബിക്ക് വെയിറ്റ് കൂടും. മെറ്റേണൽ ഹൈപ്പർഗ്ലൈസീമിയ കാരണം ഫീറ്റൽ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും. ഫീറ്റൽ ഹൈപ്പർഗ്ലൈസീമിയ കാരണം കോർട്ടിസോൾ പ്രൊഡക്ഷൻ കുറയും, ഫീറ്റൽ ഓസ്മോട്ടിക് ഡൈവേഴ്സിസ് സംഭവിക്കും, ഫീറ്റൽ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാകും. ഓക്കെ, ഇനി ഡിക്രീസ്ഡ് കോർട്ടിസോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ ലങ്സിലുള്ള സർഫാക്റ്റന്റിൻ്റെ സിന്തസിസ് കുറയും. അത് കാരണം റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാകും. ഇനിയിപ്പോഴ് ഫീറ്റൽ ഓസ്മോട്ടിക് ഡൈവേഴ്സിസ് ആണ് നടക്കുന്നതെങ്കിൽ ഹൈഡ്രാമ്നിയോസ് സംഭവിക്കും. ഇനി ഫീറ്റൽ ഹൈപ്പർ ഇൻസുലിനീമിയ ആണെങ്കിൽ ഫീറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും, ഇൻക്രീസ്ഡ് IGF, പിന്നെ ഫീറ്റൽ മൈക്രോസോമിയ ഉണ്ടാകും. അതായത് ശരീരം വലുതാകും ഫീറ്റസിൻ്റെ. ഈ ഒരു ഫീറ്റസിൻ്റെ ശരീരം വലുതാകുന്നത് കൊണ്ട് തന്നെ ഒബ്സ്ട്രക്റ്റഡ് ലേബർ അല്ലെങ്കിൽ ഷോൾഡർ ഡിസ്റ്റോഷ്യ ഉണ്ടാകും. ഇത് കാരണം പിന്നെ ഹെർബ്സ് പാൽസി ഉണ്ടാകും. ഇനി കോംപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ മെറ്റേണൽ കോംപ്ലിക്കേഷൻ ഉണ്ട്, ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. മെറ്റേണൽ കോംപ്ലിക്കേഷൻ അതായത് അമ്മമാരിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുക? ഒന്ന്, പ്രഗ്നൻസിയുടെ സമയത്ത് അബോർഷൻ, പ്രീടേം ലേബർ അതായത് സമയത്തുന്നതിന് മുമ്പ് പ്രസവിക്കുന്ന അല്ലെങ്കിൽ ലേബർ പെയിൻ വരുന്നത്, പ്രീ എക്ലാംസിയ, നമ്മുടെ ഹൈപ്പർ ടെൻഷൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, പോളിഹൈഡ്രാമ്നിയോസ്, പിന്നെ മെറ്റേണൽ ഡിസ്ട്രസ് ഡ്യൂ ടു ഓവർസീസ്ഡ് ഫീറ്റസ് ആൻഡ് പോളിഹൈഡ്രാമ്നോസ്. പോളിഹൈഡ്രാമ്നോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂടും. പിന്നെ മൈക്രോ ആൻജിയോപ്പതി വരും. അതിൽ വരുന്നതാണ് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ന്യൂറോപ്പതി. പിന്നെ അടുത്തത് ലാർജ് വെസൽ ഡിസീസസ് ആണ്. അതിൽ വരുന്നതാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, CAD, ത്രോംബോ എംബോളിക് ഡിസീസ്, ഇൻഫെക്ഷൻ, ഹൈപ്പോ ആൻഡ് ഹൈപ്പർഗ്ലൈസീമിയ. ഇതൊക്കെയാണ് പ്രഗ്നൻസിയിൽ വരുന്ന കോംപ്ലിക്കേഷൻസ്. ഇനി പ്രസവിക്കുന്ന സമയത്ത് വരുന്ന കോംപ്ലിക്കേഷൻസ്, മെറ്റേണൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രൊലോങ്ഡ് ലേബർ അതായത് ഈ ഒരു ലേബർ നീണ്ടു നിൽക്കും. ഷോൾഡർ ഡിസ്റ്റോഷ്യ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബിഗ് ബേബി ആകുമ്പോൾ ആ ഒരു അങ്ങനെയുള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഷോൾഡർ ഡിസ്റ്റോഷ്യ ഉണ്ടാകും. പെരിനിയൽ ഇഞ്ചുറി, കൊച്ചു വലുതായതുകൊണ്ട് തന്നെ പെരിനിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. PPH, പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓപ്പറേറ്റീവ് ഇൻ്റർഫറൻസ്, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സിസേറിയൻ ഡെലിവറി, സിസേറിയൻ ഡെലിവറിക്കുള്ള സാധ്യത കൂടും ഈ ഒരു GDM ഉള്ള അമ്മമാരിൽ. പിന്നെ പർപ്യൂരിയം പീരീഡിൽ അതായത് പ്രസവിച്ചതിന് ശേഷമുള്ള പീരീഡിൽ പർപ്യൂരിയൽ സെപ്സിസും ലാക്ടേഷണൽ ഫെയിലിയറും ഉണ്ടാകും.
ഇനി അടുത്തത് ഫീച്ചേഴ്സിന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ ട്രൈമസ്റ്ററിലാണെങ്കിൽ കൺജന്റൽ അബ്നോർമാലിറ്റീസ് വരും. കാർഡിയാക്കിലാണെങ്കിൽ ASD, VSD, പിന്നെ NTD, സാക്രൽ എജനസിസ് അല്ലെങ്കിൽ എഗനസിസ്, PCKD, റീനൽ എഗനസിസ്, പിന്നെ ഡുവോഡിനൽ അട്രീഷ്യ, ട്രക്യോ ഈസോഫേഗൽ ഫിസ്റ്റുല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരും. ബാക്കി ആ ഷോർട്ട് ഫോം ഒക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാർഡിയാക്കിൽ ASDയും VSDയും ഓർത്ത് വെക്കുക. സാക്രൽ എഗനസിസും റീനൽ എഗനസിസും ഓർത്ത് വെക്കുക. ഡുവോഡിനൽ അട്രീഷ്യ അറിയാലോ, പിന്നെ ട്രക്യോ ഈസോഫേഗൽ ഫിസ്റ്റുല അറിയാലോ, ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. പിന്നെ അടുത്തത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ മാക്രോസോമിയ, അതായത് കൊച്ചിൻ്റെ സൈസ് വലുതാകുന്നത്. ഇനി ഡെലിവറിയുടെ ടൈമിലാണെങ്കിൽ ബർത്ത് ആസ്ഫിക്സിയ ഉണ്ടാകും, ഷോൾഡർ ഡിസ്റ്റോഷ്യ ഉണ്ടാകും. ഇനി ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് RDS ഉണ്ടാകും, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും, പോളിസൈത്തീമിയ ഉണ്ടാകും, നിയോനേറ്റൽ ജോണ്ടിസ് ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടായേക്കാമാണ് കേട്ടോ, കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി GDMൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഏജ് എബോവ് 25 years, BMI ബോഡി മാസ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 25 kg/m², ഇൻക്രീസ്ഡ് വെയിറ്റ് ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി, പ്രഗ്നൻസിയുടെ ടൈമിൽ അമിതമായിട്ടുള്ള ഭാരം കൂടുന്നത്, പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ലാർജ് ഓഫ് ജസ്റ്റേഷണൽ ഏജ് ഇൻഫൻസ്, ജസ്റ്റേഷണൽ ഏജ് ഇൻഫൻസിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഹിസ്റ്ററി ഓഫ് GDM ഡ്യൂറിങ് പ്രീവിയസ് പ്രഗ്നൻസീസ്, പ്രീവിയസ് പ്രഗ്നൻസിയിൽ GDM ഉണ്ടെങ്കിൽ, പ്രീവിയസ് സ്റ്റിൽ ബർത്ത് വിത്ത് പാൻക്രിയാറ്റിക് ഐലറ്റ്സ് ഹൈപ്പർപ്ലേസിയ ഓൺ ഓട്ടോപ്സി, അതായത് പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റിൽ ബർത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കണം, ഹൈപ്പർപ്ലേസിയ ഓഫ് ഐലറ്റ്സ്. പിന്നെ എത്നിക് ഗ്രൂപ്പ് അത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ, പസഫിക് ഐലൻഡ് ആൻസസ്റ്റർ ഒക്കെയാണ്. പിന്നെ എലിവേറ്റഡ് ഫാസ്റ്റിംഗ് ഓർ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡ്യൂറിങ് പ്രഗ്നൻസി, പ്രഗ്നൻസിയുടെ ടൈമിൽ ഈ ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എലിവേറ്റ് ആകുന്നത്. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഇൻ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ, ഹിസ്റ്ററി ഓഫ് മെറ്റബോളിക് എക്സ് സിൻഡ്രം, പിന്നെ ഹിസ്റ്ററി ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഫീറ്റൽ ലോസ്. ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് GDMൻ്റെ. ഇനി GDMൻ്റെ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് വെച്ചിട്ട് നോക്കാം ഡയഗ്നോസിസ്. അതിൽ സിംറ്റംസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് അസിംറ്റമാറ്റിക് ആയിരിക്കും, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാകില്ല. പിന്നെ ഇൻസീഡിയസ് ഓൺസെറ്റ് ആയിരിക്കും, പോളിയൂറിയ ഉണ്ടാകും, പിന്നെ പോളിഫാജിയ ഉണ്ടാകും, അതായത് മൂത്രത്തിൻ്റെ അളവ് കൂടുന്നതാണ് പോളിയൂറിയ. ഓക്കെ. പിന്നെ ഫെറ്റീഗ് ആൻഡ് വെയിറ്റ് ലോസ് ഉണ്ടാകും, ഫെറ്റീഗ് ഭയങ്കര ക്ഷീണം, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകും. വുമൺ വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് ഡയബറ്റീസ് മേ ഹാവ് റെറ്റിനോപ്പതി ഓർ ന്യൂറോപ്പതി, റെറ്റിനോപ്പതിയോ ന്യൂറോപ്പതിയോ ഉണ്ടായേക്കാം ഓൾറെഡി ഡയബറ്റീസ് ഉള്ള സ്ത്രീകളിൽ. ഇനി സയൻസ് നോക്കുകയാണെങ്കിൽ എലിവേറ്റഡ് സെറം ഗ്ലൂക്കോസ്, സെറം ഗ്ലൂക്കോസിൻ്റെ ഇത് ലെവൽ കൂടുന്നത്. ഗ്ലൈക്കോസിയോറ എന്ന് പറയുന്നത് ഒരു അൺസർട്ടൻ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സാധനമാണ്. പിന്നെ കീറ്റോനിയോറ ഉണ്ട്, പിന്നെ എലിവേറ്റഡ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, പിന്നെ ഗ്രേറ്റർ ദാൻ നോർമൽ അബ്ഡോമിനൽ സർക്കംഫറൻസ്, അബ്ഡോമിനൽ സർക്കംഫറൻസ് നോർമലിനേക്കാളും കൂടുതലായിരിക്കും. സോ ഇതൊക്കെയാണ് സയൻസ് ആൻഡ് സിംറ്റംസ് വരുന്നത്. ഫസ്റ്റ് സിംറ്റംസ് നോക്കി പിന്നെ സയൻസ് നോക്കി. ഓക്കെ. ഇനി ആരൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ ടെസ്റ്റിംഗ് നടത്തുന്നത് ഫസ്റ്റ് ആൻറ്റിനൽ കോണ്ടാക്റ്റിലാണ്. പിന്നെ എത്ര പെട്ടെന്ന് നടത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നടത്താം ഫസ്റ്റ് ടെസ്റ്റിങ്. സെക്കൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ 24 മുതൽ 28 വീക്ക് വരെയുള്ള ടൈമിലാണ്. ഇത് ഫസ്റ്റ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലാണ് ഇത് സെക്കൻഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ഈ രണ്ട് ടെസ്റ്റിങ്ങും തമ്മിൽ ഒരു 4 ആഴ്ചത്തെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ ഓൾ പ്രഗ്നൻറ്റ് വുമൺ ടു ബി ടെസ്റ്റഡ് ഈവൺ ഇഫ് ദേ കം ലേറ്റ് ഇൻ പ്രഗ്നൻസി. ഓൾ പ്രഗ്നൻറ്റ് വുമൺ ടു ബി ടെസ്റ്റഡ് ഈവൺ ഇഫ് ദേ കം ലേറ്റ് ഇൻ പ്രഗ്നൻസി. ലാസ്റ്റ് ആയിട്ടാണ് പ്രഗ്നൻസി വന്നതെങ്കിൽ പോലും എല്ലാ പ്രഗ്നൻറ്റ് വുമണിനെയും ടെസ്റ്റ് ചെയ്യണം. ഇനി 28 ആഴ്ച പ്രഗ്നൻസിയുടെ 28 ആഴ്ച കഴിഞ്ഞിട്ടും ഇത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ മതിയാക്കും. ഇനി അടുത്തത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഓവൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് OGTTയുടെ സ്ലൈഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാല്യൂസിനെ പറ്റിയിട്ട് വേണ്ടിക്കില്ല അല്ലെങ്കിൽ ആ പ്രൊസീജിയർ വേണ്ടിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ. ഇനി GDMൻ്റെ ആൻറ്റിനേറ്റൽ കെയർ നോക്കുകയാണെങ്കിൽ എല്ലാ ഡയബറ്റിക് വുമണും, അതായത് ഡയബറ്റീസ് ഉള്ള സ്ത്രീകളും ഈ ഒരു ഒബ്സ്ട്രാറ്റിക്കും ഡയബറ്റിക്കും ക്ലിനിക്സിൻ്റെ കോമ്പിനേഷനിലായിരിക്കണം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത്. അവരുടെ അടിയിലായിരിക്കണം. ഇതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഒബ്സ്ട്രട്രീഷ്യൻ ഉണ്ടാകും, ഡയബറ്റോളജിസ്റ്റ് ഉണ്ടാകും, സ്പെഷ്യലിസ്റ്റ് മിഡ്വൈഫ് ഉണ്ടാകും, പീഡിയാട്രീഷ്യൻ ഉണ്ടാകും, പിന്നെ ഒരു ഡയറ്റീഷ്യനും ഉണ്ടാകും ഈ ഒരു ടീമിൽ.
എല്ലാ സ്ത്രീകൾക്കും ഡയറ്ററി ഇൻസ്ട്രക്ഷൻ നൽകണം. ആ ഒരു ഡയറ്ററി ഇൻസ്ട്രക്ഷൻ ഇൻഡിവിജ്വൽ ആയിരിക്കണം, അതായത് അവരുടെ വെയ്റ്റിനും ഹൈറ്റിനും അനുസരിച്ചിട്ടായിരിക്കണം ആ ഇൻസ്ട്രക്ഷൻ നൽകേണ്ടത്. ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ഈ ഒരു പേഷ്യൻസിന് ന്യൂട്രീഷൻ കൗൺസിലിംഗ് നൽകേണ്ടതാണ്. ഓരോ ദിവസവും കഴിക്കുന്ന ഫുഡിലുള്ള കലോറി എന്ന് പറയുന്നത് 40% കാർബോഹൈഡ്രേറ്റും 20% പ്രോട്ടീനും 40% ഫാറ്റും ഇൻക്ലൂഡ് ആയിരിക്കണം. ഇത് കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇതിൽ ഡയറ്റിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 1800 കിലോ കാലോറി ഒരു പേഷ്യൻറ്റിന് കൊടുക്കണം. അതിൽ 50 മുതൽ 60% വരെ കാർബോഹൈഡ്രേറ്റും 10 മുതൽ 20% വരെ പ്രോട്ടീനും 25 മുതൽ 30% വരെ ഫാറ്റും ആയിരിക്കണം. ഓക്കെ, പിന്നെയാണെങ്കിൽ ഇൻസുലിൻ തെറാപ്പി നൽകും കേട്ടോ. ആ ഇൻസുലിൻ നൽകുന്ന ഒരു വിധം വലിയൊരു ഫ്ലോ ചാർട്ട് പോലെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിക്കില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അടുത്തത് നമ്മൾ ഒബ്സ്റ്റട്രിക് മാനേജ്മെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി അടുത്തത് ഫീറ്റൽ മോണിറ്ററിംഗ് ആണ്. അതിലാദ്യം ചെയ്യുന്നത് ബേസ് ലൈൻ അൾട്രാസൗണ്ട് എടുക്കും ഫീറ്റൽ സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 18 മുതൽ 22 ആഴ്ചയൊക്കെ ആണെങ്കിൽ മേജർ മാൽഫോർമേഷൻസ് ഉണ്ടാകും. 26 ആഴ്ചയൊക്കെ ശേഷമാണെങ്കിൽ ഗ്രോത്ത് ആൻഡ് ലിക്വർ വോളിയം. പിന്നെ തേർഡ് ട്രൈമസ്റ്ററിലാണെങ്കിൽ ഫ്രീക്വൻറ്റ് USG ഫോർ ആക്സലറേറ്റഡ് ഗ്രോത്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള USG എടുക്കണം തേർഡ് ട്രൈമസ്റ്ററിൽ. ഇനി അടുത്തത് ടൈമിംഗ് ഓഫ് ഡെലിവറിയുടെ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ടൈമിങ്. ഒരു ലേറ്റ് IUD ഉണ്ടാകാൻ എത്രത്തോളം നല്ലോണം കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞു റിസ്ക് അവിടെ കിടക്കുന്നുണ്ടാകും. പിന്നെ ഡെലിവറി ആയിട്ട് 38 വീക്ക്. എന്തിനാണ് 38 വീക്കിൽ ഡെലിവറി നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഡിസ്റ്റോഷ്യക്ക് കാരണമാകുന്ന ലേറ്റ് സ്റ്റിൽ ബർത്തും ഫീറ്റൽ ഗ്രോത്തും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ഡെലിവറി ആണ് ഈ ഒരു GDMൻ്റെ കേസിൽ. മെറ്റേണൽ ഹൈപ്പർഗ്ലൈസീമിയ ലേബറിൻ്റെ പീരീഡിൽ ഉണ്ടാകുകയാണെങ്കിൽ ഫീറ്റസിൽ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കും. പിന്നെ ഫീറ്റൽ അസിഡോസിസും ന്യൂനെറ്റൽ ഹൈപ്പോഗ്ലൈസീമിയയും വേഴ്സനാക്കും. ഇൻസുലിൻ റിക്വയർമെൻറ്റ് താഴേക്ക് വരും. ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു ഷുഗർ 70-നും 90-നും ഇടയിൽ mg/dL മെയിൻറ്റെയിൻ ചെയ്യണം. റൂട്ടീൻ GDM ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം. മെയിൻറ്റെയിൻ ബേസൽ ഗ്ലൂക്കോസ് റിക്വയർമെൻറ്റ്. ലേബർ പീരീഡിൽ 1 മുതൽ 4 മണിക്കൂർ ഇടവിട്ടിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യണം. ഇപ്പോഴും ഷുഗർ 120 mg/dL മുകളിലാണെങ്കിൽ മാത്രമേ ഇൻസുലിൻ ഇൻഫ്യൂഷൻ വഴി നൽകാൻ പാടുള്ളൂ. ഈ ഒരു ഡെലിവറിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് വരെ ഡെക്സ്ട്രോസ് നോർമൽ സലൈനിൽ പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യണം. ഷുഗർ നോർമൽ നോൺ പ്രഗ്നന്റ് ലെവലിന് മുകളിലാകുവാണെങ്കിൽ മാത്രമേ ഇൻസുലിൻ നൽകാൻ പാടുള്ളൂ. ഇനി പോസ്റ്റ് പാർട്ടം ഫോളോ അപ്പ് നോക്കുകയാണെങ്കിൽ ഡിസ്ചാർജിന് മുന്നേ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണം. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇൻഫൻസിൽ ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറക്കുക, അതൊക്കെയാണ്. പിന്നെ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് 6 to 12 വീക്സ് പോസ്റ്റ് പാർട്ടം പീരീഡിൽ നടത്തുക. ലോ ഡോസ് EP പോലുള്ള കോൺട്രസെപ്ഷൻസ് യൂസ് ചെയ്യാം. പക്ഷേ പ്രൊജസ്റ്റിൻ ഓൺലി പില്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ GDM പേഷ്യൻസിൽ ടൈപ്പ് 2 DMൻ്റെ റിസ്ക് കൂട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രീകൺസെപ്ഷൻ കൗൺസിലിംഗ് നൽകണം. അതിൻ്റെ ഒരു സ്ലൈഡ് വരാൻ പോകുന്നുണ്ട്, അപ്പോഴേ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റ് ഓഫ് നിയോനേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു നിയോനേറ്റ്സിൽ ഹൈപ്പോഗ്ലൈസിമിയ ആയിരിക്കും ഉണ്ടാകുക. ഇതിന് കാരണം ഇൻസുലിൻ്റെ എക്സാജറേറ്റഡ് റിലീസാണ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ കേസിൽ ഇൻഫൻസിന് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മുൻകൂട്ടി കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യണം. മാനേജ്മെൻറ്റ് ഓഫ് ന്യൂനേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവരിൽ ഹൈപ്പോഗ്ലൈസീമിയ ആയിരിക്കും ഉണ്ടാകുക. ലെസ് 40 mg/dL ആയിരിക്കും ഷുഗർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഏർലി ബ്രസ്റ്റ് ഫീഡിങ് എൻകറേജ് ചെയ്യിക്കണം. ന്യൂനേറ്റ്സ് സിംറ്റമാറ്റിക് ആണെങ്കിൽ 2 to 4 ml/kg ബോളസ് IV 10% ഡെക്സ്ട്രോസ് നൽകണം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് ഫീഡ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ IV ഡെക്സ്ട്രോസ് 6 to 8 mg/kg/minute ഇൻഫ്യൂഷൻ നൽകാം. കുട്ടിക്ക് സീഷ്യ, ഇറിറ്റബിലിറ്റി, RDS തുടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൽസ്യം ലെവൽ ചെക്ക് ചെയ്യണം. ഈ ഒരു ഇൻഫൻറ്റിന് മറ്റെന്തെങ്കിലും കൺജനിറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് എക്സാമിൻ ചെയ്യണം. ഇനി അടുത്ത പ്രീകൺസെപ്ഷൻ കൗൺസിലിംഗ് ആണ്. ഡയബറ്റിക് മദേഴ്സിനോട് ഈ ഒരു ഇൻസുലിൻ യൂസ് ചെയ്തിട്ട് ഗ്ലൈസിമിക് കൺട്രോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. അതിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് HbA1c ലെസ് 7% ആയിരിക്കണം. പിന്നെ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ 5 mg/day കൊടുക്കണം. പിന്നെ എൻഷുർ നോ ട്രാൻസ്മിസിബിൾ ഡിസീസ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതായത് HBS, AG, HIV, റുബെല്ല പോലുള്ളത്. പിന്നെ ട്രൈ ആൻഡ് അച്ചീവ് നോർമൽ ബോഡി വെയിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് അതിൽ വരുന്നതാണ് ഡയറ്റ്, എക്സസൈസ് ഒക്കെ ചെയ്യണം. പിന്നെ
ഓൾ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്സ്, AC ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ് തുടങ്ങിയ ഡ്രഗ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഫ്യൂച്ചർ റിസ്ക്സ് ഓഫ് മദർ ആൻഡ് ചൈൽഡ് ആണ് ഇനി അടുത്തത് നോക്കുന്നത്. ഇതിലാദ്യം അമ്മമാരിലെ ഫ്യൂച്ചർ റിസ്ക് നോക്കാം. GDM ഉള്ള എല്ലാ സ്ത്രീകളിലും ഈ ഒരു പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 6 ആഴ്ചയെങ്കിലും 75 ഗ്രാം OGTT ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നടത്തണം. ഏകദേശം 90% സ്ത്രീകളും നോർമോഗ്ലൈസീമിക് ആയിരിക്കും ഈ ഒരു GDM പ്രഗ്നൻസിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം. ഓക്കെ, പിന്നെ റിക്കറൻസ് ഓഫ് GDM എന്ന് പറയുന്നത് 30 മുതൽ 60% ആയിരിക്കും. ഇത് മിക്കവാറും നടക്കുന്നത് വയസ്സായിട്ടുള്ള മൾട്ടിപാരി ആയിട്ടുള്ള ഈ ഒരു ഇന്റർ പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് ഗെയിൻ നല്ലോണം ഉള്ള ഇങ്ങനെയുള്ള സ്ത്രീകളിലായിരിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. GDMനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏകദേശം ടോപ്പിക്കൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ടോപ്പിക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ടാബൊക്കെ ഇടലുണ്ട്. അവിടെയൊക്കെ വന്നൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ടോപ്പിക്ക് എന്തെങ്കിലും വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റിലൊക്കെ ഇട്ടാൽ മതി, ഞാൻ കണ്ടോളാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെല്ലൈക്കൺ കൂടി ഞെക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതുപോലുള്ള വീഡിയോസ് മേക്ക് ചെയ്യാൻ എനിക്ക് ഇത്തിരി കൂടി ഇൻസ്പിറേഷനൊക്കെ കിട്ടും. സോ നിങ്ങൾ വീഡിയോസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ട് പൊക്കോളൂ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ.